മലയാള സിനിമയുടെയും ലോക സിനിമയുടെയും നെറുകയിൽ നമ്മുടെ നാടിൻ്റെ പെരുമ എത്തിച്ച ഇതിഹാസ തുല്യനായ കലാകാരൻ ഷാജി എൻ കരുണിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഷാജി എൻ കരുൺ എന്നത് കേവലം ഒരു സംവിധായകൻ്റെയോ ഛായാഗ്രഹൻ്റെയോ പേരല്ല, മറിച്ച് ദൃശ്യഭാഷയിൽ മാനവികതയുടെയും കരുണയുടെയും കവിതകൾ രചിച്ച ഒരു തത്വചിന്തകന്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര തന്നെ വളരെ കൗതുകകരവും മാതൃകാപരവുമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS പഠനത്തിന് പ്രവേശനം ലഭിച്ചിട്ടും അത് വേണ്ടെന്ന് വെച്ച് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഫോട്ടോഗ്രാഫി പഠിക്കുവാൻ അദ്ദേഹം പോയത് ഒരു വലിയ നിയോഗമായിരുന്നു എന്നുള്ളതാണ്. അത് പിൽക്കാലത്ത് ഉള്ളവർ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. ഒരു ഡോക്ടറായി മാറുമ്പോൾ നൽകുവാൻ കഴിയുന്ന ശുശ്രൂഷയും കരുണയും മറ്റൊരു മാധ്യമത്തിലൂടെയും നൽകുവാൻ കഴിയണം. ആ വാക്കുകൾ ഷാജി എന്ന കലാകാരന്റെ ജീവിത ദർശനം മുഴുവനും ഉണ്ട്. ഒരു ഡോക്ടർ രോഗിയുടെ വേദന മാറ്റുന്ന പോലെ തന്റെ ക്യാമറയിലൂടെയും ദൃശ്യങ്ങളിലൂടെയും മനുഷ്യന്റെ ആത്മീയവും സാമൂഹികവുമായ സംഘർഷങ്ങളെ സാന്ത്വനിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മലയാള സിനിമയിൽ നവസിനിമയുടെ വസന്തകാലം വിരിയുന്ന ഘട്ടത്തിലാണ് ഷാജി എൻ കരുൺ എന്ന പ്രതിഭ തന്റെ വരവറിയിക്കുന്നത്. അടൂരിന്റെയും അരവിന്ദിന്റെയും കാലഘട്ടത്തിൽ സാങ്കേതികവും സർണാത്മകവും ഒത്തുചേർന്ന ഒരു വിസ്മയമായി അദ്ദേഹം മാറി. പിന്നീട് G. അരവിന്ദനുമായി ചേർന്നുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ സുവർണ അധ്യായമാണ്. കാഞ്ചന സീത എന്ന ചിത്രം നമ്മൾ ഇന്നും അത്ഭുതത്തോടുകൂടിയാണ് ചർച്ച ചെയ്യുന്നത്. തമ്പ്, എസ്തപ്പാൻ, പോക്കുവെയിൽ തുടങ്ങിയ ചിത്രങ്ങൾ ദൃശ്യഭാഷയിൽ അദ്ദേഹം നടത്തിയ വിപ്ലവങ്ങളായിരുന്നു. ഛായാഗ്രഹകൻ എന്ന നിലയിൽ മാത്രമല്ല, സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം ലോകത്തിന് മുന്നിൽ മലയാളത്തിന്റെ അഭിമാനമായി മാറി. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പിറവി മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക്കുകളിൽ ഒന്നാണ്. അടിയന്തരാവസ്ഥയുടെ ഭീകരത ഒറ്റ ചിത്രത്തിലൂടെ ഷാജി ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. സർഗവൈഭവം ബാക്കിവെച്ച് അദ്ദേഹം വിടവാങ്ങുമ്പോൾ ചില സ്വപ്നങ്ങൾ പൂർത്തിയാക്കാതെ പോയി എന്നത് നമ്മുടെ നാടിന്റെ തീരാ നഷ്ടമാണ്. നമ്മുടെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്കും സിനിമാ പ്രേമികൾക്കും ഷാജി എൻ കരുണിന്റെ ജീവിതം ഒരു വലിയ പാഠപുസ്തകമാണ്. സാങ്കേതിക വിദ്യ എങ്ങനെ കലായുമായും മനുഷ്യത്വവുമായും കൂട്ടിണക്കാമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ ദർശനങ്ങളെയും സംഭാവനകളെയും വരും തലമുറയ്ക്ക് കൈമാറുവാൻ ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ സഹായിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. എന്നും ഇടതുപക്ഷ യാത്രികനായ അദ്ദേഹം പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൽ നൽകിയ സംഭാവന ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫുക്കാസയുടെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചു. KSFDCയുടെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. ഏറ്റെടുക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും ഒരുപാട് ബഹളം വയ്ക്കാതെ അദ്ദേഹം വളരെ വിജയകരമായി മാതൃകാപരമായി പൂർത്തീകരിക്കുന്ന രീതിയാണ് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുന്നത്. ഡോക്ടർ PK മാരുടെയും ദേവിമാരുടെയും മരുമകൻ എന്ന നിലയിൽ എന്റെ കുടുംബ സുഹൃത്തു കൂടിയാണ് സഖാവ് ഷാജി. PGയും ആ കുടുംബവും തമ്മിൽ എന്നും ഊഷ്മളമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. നല്ലൊരു സുഹൃത്തും സഖാവുമായ സഖാവ് ഷാജി എൻ കരുണിന്റെ പവനമായ സ്മരണയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.